السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين. യാസീൻ ഉൽ ഖുർആനിൽ ഹക്കീം 3 ദിവസങ്ങളിൽ ചെറുതായി നമ്മൾ വിശദീകരിച്ചു. ഇന്നക ലമിനൽ മുർസലീൻ, ഇന്നക നിശ്ചയം അങ്ങ്, ലമിനൽ മുർസലീൻ അയക്കപ്പെട്ട ദൂതരിൽപ്പെട്ട ആള് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അള്ളാഹ്ക്ക് സംശയമുള്ളതുകൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയമുള്ളതുകൊണ്ടോ പറഞ്ഞതല്ല, മറിച്ച് സംബോധിതരിൽ വലിയൊരു വിഭാഗം മുത്തുനബി നബിയല്ല, എന്തോ സോക്കട് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു കാലമാണ്. ഈ വിമർശിക്കുന്ന ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, കളവ് പറയാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഒരു കളവ് പറയുന്ന ആളുകളാണ്. പക്ഷെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് കളവായാൽ ആ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, കുടുംബസമേതം തകരും എന്നൊരു വിശ്വാസം. അതുകൊണ്ട് അവര് കളവ് പറയുകയാണെങ്കിലും സത്യം ചെയ്ത് പറയില്ല. അപ്പൊ ഇവിടെ അവരുടെ ഇടയിലേക്ക് പ്രധാനപ്പെട്ട 2 സത്യം മുന്നേ കടന്നുകൊണ്ട് പിന്നെ പറയാണ്, നിങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ടവരാണ്. യാസീൻ ഒരു സത്യം, ഉൽ ഖുർആനിൽ ഹക്കീം മറ്റൊരു സത്യം. ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഈ ആള് മുർസലീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്. ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി അവർക്ക്. കാരണം അവരെ വിശ്വാസം കളവ് പറയുന്നത് സത്യം ചെയ്തുകൊണ്ടാണെങ്കിൽ ആ മനുഷ്യൻ നിലക്കൂല എന്നാണ്, അപകടം വരുന്നതാണ്. എങ്കിൽ എത്ര സത്യം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്? എത്ര സ്ഥലങ്ങളിൽ, എത്ര കൊല്ലം, എത്ര ആളുകളോട് സത്യം ചെയ്തു പറഞ്ഞു ഞാൻ ആള് ഓക്കെയാണ്, ഞാൻ അള്ളാന്റെ ആളാണെന്ന്. എന്നിട്ട് റസൂലുള്ള തകർന്നോ? ഇല്ല. പിന്നെ നാൾക്ക് നാൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ തകർക്കാനും കൊല്ലാനും നശിപ്പിക്കാനും ഇവരെ കൂട്ടത്തിൽ തന്നെ വലിയൊരു വിഭാഗം കണ്ണിലെ എണ്ണ ഒഴിച്ച് രാവും പകലും വ്യത്യാസമില്ലാതെ ശ്രമിക്കുന്ന കാലുമാണ്. എന്നിട്ടൊരു മുടിക്ക് പോലും പോർലേറ്റില്ല. ആ ആള് സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയുമ്പോ അത് ശരിയെന്നാവൂലേ? ഇന്നക ലമിനൽ മുർസലീൻ. ഇവിടെ മുർസലാവണമെങ്കിൽ 4 ഘടകം വേണം. 1 മുർസിൽ വേണം, 2 മുർസൽ ഇലൈഹി വേണം. ഞാൻ പറയാം എന്താന്ന് പറഞ്ഞില്ല. മുർസിൽ വേണം, മുർസൽ ഇലൈഹി വേണം, മുർസൽ ബിഹി വേണം, മുർസൽ വേണം, മുർസിൽ വേണം. അയക്കപ്പെട്ട ദൂതനാണെങ്കിൽ അയച്ച ഒരാള് വേണം, അത് അള്ളാഹു ആണ്. ആരിലേക്ക് അയച്ചോ അത് ഈ ഉമ്മത്തിലേക്കാണ്. എന്തുകൊണ്ട് അയച്ചോ അത് ഖുർആൻ കൊണ്ടാണ്. ഇവിടെ എല്ലാം റെഡിയാണ്. പിന്നെന്തിനാ ഞാൻ സംശയിക്കുന്നത്? ഇവിടെ എല്ലാം റെഡിയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, എല്ലാം റെഡിയാണ്. വളരെ പ്രകടമായ ഒരു 40 കൊല്ലം അവരുടെ ഇടയിൽ മുൻകഴിഞ്ഞിട്ടുണ്ട്. ഈ 40 കൊല്ലത്തിനിടയിൽ ഈ മനുഷ്യൻ ഒരാളോടോ പല ആളോടോ രാവോ പകലോ കാര്യത്തിനോ തമാശക്കോ കളവിന്റെ ലാഞ്ചനയുള്ള ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല എന്ന് ഓലെന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഈ ആള് സത്യം ചെയ്തുകൊണ്ട് ഈ വടായി വിടണോ? ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവില്ല അത്. ഒരാളോടോ പല ആളോടോ കാര്യത്തിനോ തമാശക്കോ 40 കൊല്ലം കളവിന്റെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നുറപ്പിച്ച് എല്ലാരും അംഗീകരിക്കുന്ന ഒരാള് 40ാമത്തെ കൊല്ലത്തിന് ശേഷം സത്യം ചെയ്തുകൊണ്ട് കളവ് പറയേ, എന്താണ് ഈ കേൾക്കുന്നത്? എന്നാ ഇനി അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് കളവ് പറഞ്ഞാൽ എന്തെങ്കിലും വ്യക്തിപരമായ ലാഭമുണ്ടോ? ഒരു ലാഭമില്ല. പിന്നെ ആകെ കിട്ടിയെന്താ? അടി, ഇടി, ചാട്ടം, മേട്ടം, പീഡനം, യാതന, പട്ടിണി, കൂട്ടത്തിൽപ്പെട്ട കുറെ ആൾക്കാരെ പച്ചക്ക് കൊല്ലുക. ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. എന്നിട്ടും സത്യം ചെയ്തോണ്ട് ഞാൻ റസൂൽ തന്നെ എന്ന് പറയാം. ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാവൂലേ ഇത് ഒക്കെ തന്നെയാണെന്ന്. ആർക്കങ്ങനെ ഒരു പീഡനം ഉണ്ടായിട്ടുള്ളത്? ഒരു വാദം നടത്തിയതിന്റെ പേരിൽ ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പരിഹാസമല്ല, പരിഹാസം എല്ലാവർക്കും ഉണ്ടാവും. എന്ത് വാദേറ്റ് വന്ന ആളുകൾക്കും പരിഹാസം ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ. പരിഹാസം മാത്രമാണോ?
കുടുംബത്തിൽപ്പെട്ട കുറെ ആൾക്കാർ എതിരായി. മൂത്താപ്പ വരെ, മൂത്താപ്പന്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിങ് രൂപപ്പെട്ടു ഇയാളെ കൊല്ലാൻ. അമ്മൂമ്മമാരെ എതിരായി, അവിടുന്ന് എറിഞ്ഞാട്ടി. സ്വന്തം സാധർമണിയേറ്റ് 3 കൊല്ലത്തോളം ഷീബ അബി ത്വാലിബിൽ വെള്ളം അന്നം കിട്ടാതെ പട്ടിണി കിടന്നു. അങ്ങനെയാണ് ഖദീജ ഉമ്മക്ക് രോഗം വന്നത്. ആ രോഗത്തിലാണ് അവർ വഫാത്തായത്, പട്ടിണി കിടന്നിട്ട്. എന്നിട്ടും സത്യം ചെയ്തുകൊണ്ട് പറയാ ഞാൻ റസൂലാണ്. അവര് വന്ന് പറഞ്ഞു നോക്കി, നിങ്ങളാ ആഗ്രഹം പെണ്ണാണോ, പെണ്ണ് റെഡി, ഭരണാണോ, ഈ നാട് മൊത്തം ഏൽപ്പിച്ചരാ, എന്നാലും വാദത്തിൽ നിന്ന് പിന്മാറണം. അപ്പൊ പറയാ, വലത്തെ കൈയിൽ സൂര്യനെയും ഇടത്തെ കൈയിൽ ചന്ദ്രനെ തന്നാലും ഈ വാദത്തിൽ നിന്ന് ഒരു ഇഞ്ചി പിന്നോട്ട് പോകില്ല. ഇത് എന്നെ അള്ളാഹു ഏൽപ്പിച്ചതാണ്, ഇത് എന്നെ അള്ളാഹു ഏൽപ്പിച്ചതാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, നിങ്ങൾ അയക്കപ്പെട്ട ദൂതരിൽ പെട്ടവൻ തന്നെയാണ് നബിയേ. മുമ്പ് 40 കൊല്ലം കഴിഞ്ഞു പോയല്ലോ. അന്ന് ജാഹിലിയ കാലത്ത് വ്യഭിചാരം, കള്ളുടി എന്ന് പറഞ്ഞാൽ മറച്ച് ചെയ്യേണ്ട കാര്യമില്ല. പട്ടാപ്പകൽ പച്ചക്ക് ജനമധ്യേ ചെയ്യുന്ന കാലാണ്. പട്ടാപ്പകൽ പച്ചക്ക് ജനമധ്യേ ചെയ്യുന്ന കാലാണ്. കാരണം അത് അഭിമാനം പോലെ കണ്ടിരുന്ന കാലാണ്. അങ്ങനെയുള്ളൊരു വിഭാഗത്തിനിടയിൽ 40 കൊല്ലം ജീവിച്ചിട്ട് ജാഹിലിയത്തിന്റെ ഒരു സംസ്കാരം അശേഷം പുരളാത്ത സംശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു സ്ത്രീലാലംബനാണെങ്കിൽ അല്ലെങ്കിൽ ദുന്യവിയായ മോളിലാണെങ്കിൽ അന്നല്ലേ വെളിവാവേണ്ടത്. ഇപ്പോ വിമർശകന്മാരിൽ പലരും പറയുന്ന അങ്ങനെയാണ്, കുറെ പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ, എന്നാ അന്ന് കല്യാണം കഴിക്കണ്ടേ? അന്ന് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടിരുന്ന കാലല്ലേ, ആർക്കും പരാതിയില്ലാത്ത കാലല്ലേ. അന്ന് ഏതെങ്കിലും ഒരു പെണ്ണിനേറ്റ് അന്യായമായിട്ട് ഈ ആളൊന്ന് നോക്കി എന്നുള്ളത് തെളിയിക്കാൻ കഴിയോ? ഇല്ല. എന്നാ അന്നല്ലേ നടക്കണ്ടേ? അന്നല്ലേ ചെറുപ്പക്കാലം. അവര് പറയും ചെയ്തു, പെണ്ണാണെങ്കിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ തരാ, എന്നാൽ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് വെച്ചു. പിന്മാറിയില്ല. ഇന്നൊരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ വൈകാരിക രംഗം ഉത്തേജിക്കുന്ന കാലം 25 to 40 വരെയാണ്. ആ കാലത്ത് ആരാ വാരിയേറ്റുള്ളത്? ഉമ്മാന്റെ പ്രായമുള്ള ഖദീജത്തുൽ കുബ്ര. കാരണം 15 വയസ്സ് മുമ്പിൽ റസൂലുള്ളാഹിക്ക് 25 വയസ്സ്, ഖദീജമ്മക്ക് 40 വയസ്സ്. അങ്ങനെയല്ലേ വിവാഹം കഴിച്ച്? ഖദീജാവിന്റെ കൂടെയാണല്ലോ ഏറ്റവും കൂടുതൽ ദാമ്പത്യ ജീവിതം കൊണ്ടാടിയത്. 1/4 നൂറ്റാണ്ടിലേറെ, 25 കൊല്ലത്തിലേറെ. അത്ഭുതം എന്താ വെച്ചാല്, ഉമ്മാന്റെ പ്രായമുള്ള ഒരാളെ കൂടെ 25 കൊല്ലത്തിലേറെ ഭർത്താവായി നിന്നിട്ട് ആ ഉമ്മാന്റെ പ്രായമുള്ള ആളുമായിട്ട് ഒരു സെക്കൻഡ് പോലും സൗന്ദര്യത്തിന്റെ പിണക്കം പോലും ഉണ്ടായിട്ടില്ല മുഹമ്മദ് റസൂലുള്ളാഹ്. ദുന്യവിയായ ലാഭത്തിന് വേണ്ടിയും ശാരീരിക ഇക്കിളിക്ക് വേണ്ടിയിട്ടും ഖദീജാവിയുടെ സമ്പത്ത് മോഹിച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞെങ്കിൽ കൂടി വന്നാൽ ക്ഷമിച്ചിട്ട് 2 ആഴ്ച നിൽക്കുള്ളൂ. 3-ാമത്തെ ആഴ്ച മുതൽ അടി പൊട്ടും. ഉറപ്പാണ്. ഇന്ന് എല്ലാരും കാണണല്ലേ ഇത്? കൊല, അടി, കുത്തുക, പറമ്പ് കയ്യിലാക്കുക, പണ്ടം കയ്യിലാക്കുക, ചാടുക, ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടായിട്ട് തട്ടുക, എന്നും കേൾക്കുന്ന വാർത്തകളല്ലേ? പണത്തിന്റെ ഏതെങ്കിലും ഒന്ന് ലാക്കാക്കിയാണ് ആ വിവാഹം കഴിച്ചതെങ്കിൽ 25 കൊല്ലം തമാശയിൽ പോലും പിണങ്ങാതെ പൂർണ്ണ സന്തോഷത്തിൽ ഈ 2 പേരെ എങ്ങനെ ജീവിക്കും? ആ ചിന്തിച്ചാ മനസ്സിലാവൂലേ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് അള്ളാഹുവിനാൽ നിയോഗിതനായ അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നക ലമിനൽ മുർസലീൻ. അതുകൊണ്ടല്ലേ പ്രബോധനത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ലോകത്ത് എല്ലാവരും ഞെട്ടിച്ചിട്ട് ഡീസന്റ് ഉള്ളൊരു ആശയല്ലേ ആദ്യമായിട്ട് മുന്നിൽ വെച്ചത്? ആർക്കങ്ങനെ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടി വിളിച്ചിട്ട് എന്റെ മാന്യത തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നോന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നാൾ അവിടുന്ന് ഒരു കളവ് പറഞ്ഞിരിക്കണം, അതുപോലെ പറയുന്ന കളവാണെന്ന് നമുക്കറിയില്ലല്ലോ, പരിശോധിച്ചിട്ടേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറയാം, ഇയാളെ ഔദ്യോഗികമായി പരസ്യ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരെയും സഫാമലന്റെ മേലേക്ക് വിളിച്ചു. എല്ലാരും വിളിച്ചു. കുടുംബത്തിൽപ്പെട്ട അന്തിർ അഷീറത്തക്കൽ അക്രബി എന്ന് പറഞ്ഞോടുകൂടി എല്ലാരും വിളിച്ചു. 3 കൊല്ലം സ്വകാര്യമായിട്ടായിരുന്നു പ്രബോധനം. പരസ്യ പ്രബോധനം നടത്തണം എന്ന് പറഞ്ഞു അള്ളാഹു. എല്ലാരും വിളിച്ചു കൂട്ടി. എന്നിട്ട് പ്രബോധനം തുടങ്ങുകയാണ്.
അബൂജാഹിലുണ്ട്, ഉത്ബത്തുണ്ട്, അബൂലഹബുണ്ട്, ഷൈബത്തുണ്ട്, എല്ലാ പ്രമുഖരുണ്ട്. ഒരൊറ്റ അതിബുദ്ധിപരമായ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ അവരോട് വെച്ചു. ഈ മലന്റെ അപ്പുറത്തുനിന്ന് നമ്മളെല്ലാരെയും തകർക്കാന് ആയുധ വിഭൂഷിതരായി ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ മൂത്താപ്പ നിങ്ങൾ വിശ്വസിക്കോ? എല്ലാരോടും ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കോ എന്ന് ചോദിച്ചു. നേരെ മുമ്പിൽ അബൂലഹബാണ്. ഇവര് പറഞ്ഞു, എന്തിനു തള്ളണോ? ഇക്കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ഈ കളവ് പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ആ മറുപടി? കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ നീ ഞങ്ങളോട് ഒരു കളവും പറഞ്ഞിട്ടില്ല, പിന്നെ ഇപ്പൊ ഇത് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനു തള്ളണം? എന്താ വരണുണ്ടോ? എന്തെങ്കിലും പറയും മുഹമ്മദേ? ഇല്ല, വരണില്ല. പിന്നെ എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഇതിനേക്കാളും വലിയൊരു വർത്താനം പറയാനേ നിങ്ങളോട് ആദ്യത്തൊന്ന് ചോദിച്ചതാണ്. എന്റെ വിഷയം ശത്രുക്കൾ വരണുണ്ടെന്ന് പറയലല്ല. അപ്പൊ ഞാൻ ഇതിന്റെ വേക്കുന്ന ശത്രുക്കൾ നമ്മൾ ആക്രമിക്കാൻ വരണുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഞാനിപ്പോ അറിയാൻ പോണത് നമ്മുടെ മുമ്പിൽ ഒരു നരകമുണ്ട് മൂത്താപ്പ. തമ്മാടികൾ അവിശ്വാസികൾ ആ നരകത്തിലാണ്. സ്വർഗമുണ്ട്, സൽവിശ്വാസികൾ നല്ല കോലത്തിൽ ജീവിച്ചവർ സ്വർഗത്തിലാണ്. അപ്പൊ അവരിങ്ങനെ കണ്ണു തള്ളിയിട്ട് കേൾക്കുകയാണ്. അതിൽ മൂന്നാമത് വെച്ചു കൊടുത്തു, ഇതൊക്കെ പറയാൻ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട അള്ളാന്റെ റസൂലാണ് ഞാനേ. എല്ലാരും ഉണ്ടാതിരുന്നു. ആരായി പറയണത്? 40 കൊല്ലം ഒരു കളവും ഒരാളോടും പറയാത്ത ഒരാള്, അവരടിയിൽ സുസമ്മതനായി വളർന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൽ സത്യത്തിൽ ആരും മുണ്ടിയില്ല, പേടിച്ചിന്ന്. ഈ ചെങ്ങായി കൊളാക്കി അബൂലഹബ്. അതല്ല ഓന്റെ പേരിൽ ആയത്തന്നെ ഇറങ്ങിയത്. അവിടെ സത്യത്തില് കുറെ ആൾക്കാർ എല്ലാരും എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായിരുന്നു. പക്ഷെ ഈ കാക്ക നീച്ചു. നീച്ചിട്ട് ഒരു വർത്താനുണ്ട് പറഞ്ഞു, അലി ഹാദാ ജമാഅത്തന തബ്ബല്ലക മുഹമ്മദ്. ഈ വർത്താനം പറയാനാ കുന്നിന്റെ മേൽക്ക് വിളിച്ചത്? അനക്കാണ് എല്ലാം നാശമെന്ന് പറഞ്ഞു. അയാൾ അങ്ങോട്ട് രംഗം വഷളാക്കി അതിലെല്ലാരും കൂടി ആളെ വെക്കലാണ് കൂടി. അങ്ങനെ ഉണ്ടാവില്ല പലയിടത്തും ചില ആളുകള്. ചിലപ്പോ ആളുകൾ ശാന്തായിരിക്കും, നീച്ചിട്ട് ആകെ കൊളാക്കും, അതിലാകാടിയാവും. ഇവൻ തൊള്ള കൂട്ടിയിരിക്കാൻ ഇവ പ്രശ്നമൊട്ടുണ്ടാവില്ല. ഇവൻ അങ്ങോട്ട് നീച്ചിട്ട് പറഞ്ഞു, അലി ഹാദാ ജമാഅത്തന തബ്ബല്ലക്. ഈ വർത്താനം പറയാനാ ഈ കുന്നിന്റെ മേൽക്ക് വിളിച്ചു വരുത്തിയത്? എനിക്ക് സകല നാശമാണെന്ന് പറഞ്ഞു. അതേ വാക്കെടുത്തിട്ട് അള്ള ഇടിത്തി പോലെ തിരിച്ചങ്ങോട്ട് കാച്ചു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. യാ അല്ലാഹ്, അബൂലഹബിനെ ഖുർആൻ വിളിക്കാനേ പരസ്യറ്റൊരു ശാസ്ത്രം വലിയ മതി, ഖുർആൻ തീർന്നു. അബൂലഹബിനെ ലോകത്ത് ഖുർആൻ അള്ളാന്റെ ഗ്രന്ഥെല്ലാം തെളിയിക്കാന് അബൂലഹബും ഭാര്യയും കൂടി റൂമിൻ്റെ ഉള്ളിൽ നിന്ന് സ്വകാര്യം പറയാ, നമ്മള് മുഹമ്മദിന്റെ മുമ്പ് പോയിട്ട് ഷാത്തുകലും ചെല്ല, ഉള്ളിൽ വിശ്വാസമൊന്നും വേണ്ട, എന്നാലും ചെല്ല. എന്തേ? ഞാനോ ഇജും നരകത്ത് പോകുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷാത്തുകലും വെല്ലിയാൽ ഇനി ദീന് പൊളിക്കാൻ വേറൊന്നും വേണ്ട, കാരണം ഖുർആൻ പൊളിഞ്ഞല്ലോ, നമ്മൾ മുസ്ലിമീങ്ങളായില്ലേ, അതുകൊണ്ട് വാ ഒന്ന് പോയി ചെല്ലാന്ന് തോന്നും കൂടി ചെയ്തില്ല. കാരണം എന്താ? സയസ്ലാ, ഈ കാക്ക പിന്നീട് കേറും നാറൻ നരകത്തിലെന്ന് ഖുർആൻ പറഞ്ഞു. ഇനി കേറുന്ന് പറഞ്ഞാൽ കേറും, ഇവൻ മുസ്ലിം ആവില്ല എന്ന് ഉറപ്പാണ്. ഇവനക്ക് അങ്ങനെ ഒന്നും പറയാനും കൂടി തോന്നിയില്ല. ഈ ദീന് പൊളിക്കാൻ വേണ്ടി സകല മന്ത്രങ്ങളും തന്ത്രങ്ങളും മെനയുന്ന ഈ മനുഷ്യന് ഇങ്ങനൊരു ബുദ്ധിയും കൂടി തോന്നിയില്ല. കാരണം സയസ്ലാ നാറൻ ദാത്ത ലഹബ് എന്ന് ഖുർആൻ അങ്ങോട്ട് പറഞ്ഞാൽ ഓന്റെ തലയിൽ അത് തോന്നുന്നല്ല. കാരണം തോന്നിപ്പിക്കണമെങ്കിൽ അള്ള വേണ്ടേ? ഇങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും ഒരു നബിയാണെന്ന് ഏതെല്ലാം നിലയിലാണ് തെളിയിക്കേണ്ടത് അത് മുഴുവനും കൃത്യമായി, വ്യക്തമായി, വൃത്തിയായി, ശക്തമായി തെളിയിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു പോയിന്റും വിട്ടില്ല. അള്ളാഹുവാണ് അയച്ചത്, തെളിയിച്ചു. വ്യവസ്ഥാപിതമായ ശരീഅത്ത് മുന്നിൽ വെച്ചു. സത്യസന്ധമായ 40 കൊല്ലത്തെ ജീവിതം മുന്നേ തെളിയിച്ചു കൊടുത്തു. വ്യവസ്ഥാപിതമായ ഈ തിയറിയെ ജനങ്ങളെ ഹൃദയത്തിലേക്ക് കുത്തി നിറച്ചു. യാ അല്ലാഹ്, ഇനി വേണോ അതിലപ്പുറം അത്ഭുതം വേണമെങ്കിൽ അള്ളാഹുവിന്റെ ആളാണ് തെളിയിക്കാൻ കുറെ അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തു. അള്ളാഹിന്റെ ആളാണ് തെളിയിക്കാൻ കുറെ അത്ഭുതങ്ങളുണ്ടായി. എത്ര വരെ ഉണ്ടായെന്ന് വെച്ചാൽ ചന്ദ്രനെ പളർത്തി കൊടുക്കുകയും ചെയ്തു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, സഅലു റസൂലല്ലാഹ്,
അവർ റസൂലുള്ളാഹിനോട് വന്ന് ചോദിച്ചു, അയ്യുരിഹും ആയത്തൻ, ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ ചോദിച്ചു ശത്രുക്കളെ. ഫഅറാഹും, അവർക്ക് കാണിച്ചു കൊടുത്തു. ഇൻശിഖാഖൽ ഖമർ, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. ഇപ്പൊ ബഹിരാകാശ യാത്ര കഴിഞ്ഞു ഈ ഏപ്രിലിൽ, നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, വായിച്ചോ? 4 ആൾക്കാർ ബഹിരാകാശ യാത്ര പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചത് രവീന്ദ്രൻ എന്താ പറയുന്നതാണ്, യുക്തിവാദികളുടെ നേതാവാണ്. കാരണം ഈ ആദ്യം എന്തെങ്കിലും യാത്ര ചെയ്ത് തിരിച്ചറിഞ്ഞാൽ എല്ലാ കുത്തക അവകാശപ്പെട്ടിട്ട് ഡയലോഗ് ഇറക്കണ ആൾക്കാരാണ് പോലും. ഒരു കാര്യം ഉണ്ടാവില്ല. ബഹിരാകാശ യാത്ര കഴിഞ്ഞു, അത് കണ്ടുപിടിച്ചു, ഇത് കണ്ടുപിടിച്ചു, ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ബന്ധമുള്ളത്? ഞാൻ ഇപ്പൊ എന്റെ മൊബൈൽ എടുത്തിട്ട് പറയാം, ഇത് ഓണാക്കാനുള്ളതും ഓഫാക്കാനുള്ളതും ഗെയിമും ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു, അതുകൊണ്ട് മൊബൈൽ ഉണ്ടാക്കിയ ആളില്ല. അങ്ങനെ പറയാം? ഈ എന്തൊരു പൊട്ടത്തരാ ഒരു പറയുന്നത് കാര്യങ്ങള്. ഇത് കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഉണ്ടാക്കിയ ആളില്ല. എങ്ങനെ? മഴ പെയ്യണ എങ്ങനെയെന്ന് കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഇനി മഴ ഉണ്ടാക്കുന്ന ആളില്ല. അങ്ങനെ ഉണ്ടോ? ഈ കാറ് ഏത് ചാവി എവിടേക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അതുകൊണ്ട് കാർ ഉണ്ടാക്കിയ ആളില്ല. അങ്ങനെ പറയാ? അങ്ങനെ ഇതാണിപ്പോ ഒരു അർത്ഥാനോ? ഇത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഞാൻ അള്ളാന്റെ ആവശ്യമില്ല. കണ്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ അള്ളാന്റെ ആവശ്യമില്ലാതാവുക? കണ്ടുപിടിച്ച എങ്ങനെ ആളില്ലാതിരിക്കുക? ഈ വാച്ച്, ഇത് മോതിരം, ഇത് കല്ല് ഇവിടെ വെച്ചു, ഇതിങ്ങനെ ഉണ്ട് വളച്ചു, ഇത് തട്ടാന്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടോ അർത്ഥാനോ? അങ്ങനെ പറയും പോലെയാണ്. ഈ തട്ടാന്റെ ആവശ്യമില്ല, കണ്ടുപിടിച്ചു. ഉണ്ടാക്കി വെച്ചതല്ലേ കണ്ടുപിടിക്കണേ? കണ്ടുപിടിക്കാനല്ലേ അള്ള ഉണ്ടാക്കിയത്. ഇത് കണ്ടുപിടിക്കുമ്പോഴേക്ക് അള്ളല്ലാതിരിക്കുക. അപ്പൊ ഞാൻ രവീന്ദ്രൻ എന്താണ് പറയുന്നത് നോക്കി, ഒന്നും കൊണ്ടില്ല. ഇവര് പോയി വന്നതിനെ കുറിച്ച് രവീന്ദ്രൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. രവീന്ദ്രൻ പറഞ്ഞത് ഇസ്രായേൽ ചെയ്തത് ശരിയാണ്. കാരണം ബഹിരാകാശമൊന്നും കൊണ്ടിട്ടില്ല. ഇസ്രായേൽ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും പറയുന്നത്. എന്താ മുണ്ടാത്തവരെ ഞങ്ങള്? മുണ്ടായിരിക്കാൻ കാരണമുണ്ട്. ബഹിരാകാശത്ത് പോയി വന്ന ആൾക്കാർ നടത്തിയ പ്രസംഗം കേട്ടോക്കി. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. ബഹിരാകാശത്ത് പോയി വന്ന ആൾക്കാർ നടത്തിയ പ്രസംഗം കേട്ടോക്കി. ഞാൻ അങ്ങനെ കേട്ടപ്പോ എനിക്ക് ചോദിച്ചു, നിങ്ങൾ തബാറക്കന്റെ ക്ലാസ് എടുക്കുകയാണോ? തബാറക്ക വിശദീകരിക്കണോ തോന്നുക? ഓല് പറയാ, ഞങ്ങൾ അവിടുന്ന് നോക്കിയ ഭൂമി ചെറിയ ഒരു നീല പുള്ളി സാധനമാണ്, ഇവിടെ ഒന്നും മനുഷ്യനെ ജീവിക്കാൻ കഴിയില്ലേ? മനുഷ്യന് വാസയോഗ്യമായ ഒരേ ഗോളം ഭൂമിയാണ് കേട്ടോ. ഇവിടെ കുറഞ്ഞ സമയം നിൽക്കണമെങ്കിൽ കുറെ സെറ്റപ്പിൽ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ആള് മരിച്ചോവും. അവിടെ ഒരു പ്രശ്നമില്ല. പഠിച്ച തമ്പുരാനെ, പഠിച്ച നേരത്തെ തന്നെ ഇതല്ലേ പറഞ്ഞേ, ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. അതങ്ങനെ തന്നെയാണ്. അത് അള്ളാഹ് തെരഞ്ഞെടുത്താണ് ഭൂമിയാകുന്ന ഗോളം. ഈ ഗോളാണ് മനുഷ്യന് വസിക്കാൻ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ള സെറ്റപ്പുള്ള സ്ഥലം. അതിന്ന് അവര് പറയണ വന്നിട്ട്. അങ്ങനെ ഓരോന്നും അള്ളാഹുവിന്റെ അസാമാന്യമായ ശക്തിയെ വിളിച്ചോതുന്ന ഭർത്താനാണ് ഇപ്രാവശ്യം ബഹിരാകാശ യാത്ര കഴിഞ്ഞ് വന്ന ആൾക്കാർ പറയുന്നത്. അതുകൊണ്ടാണ് രവീന്ദ്രൻ മുണ്ടാത്തത്. കാരണം മുണ്ടാൻ തുടങ്ങിയാൽ ഇവര് പറഞ്ഞൊക്കെ പറയേണ്ടി വരും. അപ്പൊ കുറെ ആൾക്കാർ ചിലപ്പം നിഷേധികൾ തന്നെ വിശ്വാസികളാവും. അപ്പൊ അതുകൊണ്ട് വേണ്ട വെച്ച് ഇസ്രായേൽ ചെയ്തത് ശരിയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഏത് നിലയിൽ നോക്കിയാലും വിശ്വാസത്തിന് കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ പ്രോജ്വലിച്ചു നിൽക്കും. അത് ഏത് കാലത്തും. അന്ന് പ്രത്യേകിച്ച് മുസ്തഫ നബിയാകുന്ന ദൃഷ്ടാന്തം മുമ്പിലുണ്ടല്ലോ. അവർക്ക് വേണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അവരുടെ മുമ്പിൽ 40 കൊല്ലം ഒരു ജീവിതം കാണിച്ചു കൊടുക്കുന്നു. അതിലൊരു കളവിന്റെ തരിമ്പില്ല. അവര് പറയുന്നു, നീ അള്ളാന്റെ ആളാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നത് എന്താ വേണ്ടത്? ആ മരം കണ്ട് വരണം. അത് ഞാൻ വിളിക്കണ്ട, നിങ്ങൾ പോയിട്ട് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി, മരം വരും എന്ന് പറയണ്. ഇയാള് പോയിട്ട് വിളിക്കണ് മരത്തിനോട്, അന്നെ മുഹമ്മദ് വിളിച്ചിരിക്കണ പറഞ്ഞ്. ഉമ്മ വിളിച്ചാൽ കുട്ടികൾ പറഞ്ഞാലും മരം കണ്ട് വരണം. ലോകത്ത് എവിടെയും നടന്നതാണ്. അതുകൊണ്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നിങ്ങൾ അല്ലാഹുവിനാൽ അയക്കപ്പെട്ട ദൂതരിൽ പെട്ടവൻ തന്നെയാണ്. നിശ്ചയം, നിസ്തർക്കം, നിസ്സംശയം. അതാണ് ഇന്നിം ലാമോ. അതിന്റെ അർത്ഥമാണ് ഞാൻ വെച്ചത് കേട്ടോ. ഇന്ന ഇപ്പുറത്തില്ല. അത് രണ്ടും കൂടി പറഞ്ഞാൽ
നിങ്ങൾ അള്ളാന്റെ ദൂതരാണ് എന്ന് പറഞ്ഞാൽ പോരാ, അപ്പൊ അപ്പുറത്ത് മുഴുവനാവില്ല. ഇന്നപ്പുറത്തുണ്ട്, ല അപ്പുറത്തുണ്ട്. അപ്പൊ നിശ്ചയം, നിസ്തർക്കം, നിസ്സംശയം അങ്ങ് അള്ളാഹുവിന്റെ ദൂതരിൽപ്പെട്ട ആള് തന്നെയാണ് നബിയെ. അലാ സിറാത്തി മുസ്തഖീം. നാളെ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അതെ, ചായം ചെയ്യുന്നില്ലേ? ഓന്റെ പേരെന്ത്? അവരെ വാപ്പ മരിച്ച ഏഴാണ്. അവർ ചായം ചെയ്യുന്നൊക്കെ ഉണ്ട്. അള്ളാഹു താല അവർക്ക് സൈദിലേക്ക് അള്ളാഹു താല അവരുടെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. എനിക്ക് ഓർമ്മയുണ്ട്, അവരെ വാപ്പ മരിച്ചെന്ന് ഒരുപാട് ആലിമ്യങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ആലിമ്യങ്ങൾ. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളൊരു കൊടുത്തുള്ള ആളാണ്. ഇല്ലെങ്കിൽ ഇത്രയും ആലിമ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു നിസ്കരിക്കാൻ. ആ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന്റെ യാത്ര സ്വർഗത്തിലാണെന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രതീക്ഷ ഉളപൊട്ടുന്ന ഒരു യാത്രയായിരുന്നു. അള്ളാഹു താല അങ്ങനെ തന്നെ ആയി കൊടുക്കട്ടെ. അസൈനാറാക്ക, റെയിലിന്റെ അപ്പുറമുള്ള അസൈനാറാക്കുന്ന മരിച്ചു. അള്ളാഹു താല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. മരണം, ഈ അതിശക്തമായ ചൂടിൽ മരണം കൂടുകയാണ്. ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ മരിക്കുകയാണ്. ഇന്നലെയും മിഞ്ഞാന്ന് വെച്ച് 2 ചെറുപ്പക്കാർ പണ്ഡിതന്മാരും മരിച്ചു. ഒന്ന് അസ്ലം മെഹസനി, തലക്കെടുത്തൂരുകാരനാണ്, എൻ്റെ കുടുംബക്കാരനാണ്. അയാൾ ഇന്നലെ മരിച്ചു. അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മറ്റൊന്ന് ബാസത്ത് ഫൈലി, വളരെ പെട്ടെന്ന് മരിച്ചു. 2 മാസമായിട്ടുള്ള കല്യാണം കഴിച്ചിട്ട്. അങ്ങനെ ഒരാൾ മരിച്ചു, 2 മാസമായിട്ടുള്ള കല്യാണം കഴിച്ചിട്ട്. ഗർഭിണിയാണ് ഭാര്യ. ചില തളർന്ന് മരിക്കുക, സൈലന്റ് അറ്റാക്ക്, ആക്സിഡന്റ്, പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെ മരിക്കണ സമയം. അള്ളാഹു നമ്മളെല്ലാ അപകടങ്ങളും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു താല സൈദുൽവാക്കാന്റെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. കണ്ണെത്താ ദൂരത്തേക്ക് അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗസ്ഥരുടെ അടയാളം അവർക്ക് കൊടുക്കട്ടെ. സ്വർഗീയമായ സുഗന്ധവും പ്രഭയും ഖബറിൽ അള്ളാഹു പരത്തി കൊടുക്കട്ടെ. അള്ളാഹു അവരെയും നമ്മളെയും ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കട്ടെ. അസൈനാറാക്കാക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി ത്വാഹിരി സക്കി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. പടച്ചവനെ, ബഹുമാനപ്പെട്ട സയ്യിദുൽവാക്ക അദ്ദേഹത്തിന്റെ ഖബറിനെ സന്തോഷാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബം നൽകിയ ചായം ചെയ്യുന്നതിനെ സ്വീകരിച്ചു അതിന്റെ സവാബിന് അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരിച്ച ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, ഞങ്ങളെ കൂടെ പഠിച്ചവർ, പഠിക്കുമ്പോൾ സേവിച്ചവർ, സ്നേഹിച്ചവർ, താങ്ങും തണലുമായവർ പലരും വിട്ടുപിരിഞ്ഞ ഖബറിലാണ്. അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഇന്ന് മരിച്ച അസൈനാറക്കടക്കം അല്ലാഹുവേ സ്വർഗസ്ഥരിൽപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. പൊരുത്തത്തിന് വിഘാതമാകുന്ന ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആന്തരിക മാലിന്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ബാഹ്യമായ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതൊക്കെ ദഅവത്തിലും മദ്ഹിലും ആക്കി തരണേ അല്ലാഹ്. ഖിദ്മത്തിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വന്തത്തിൽ പിടിച്ചിരിക്കാനും പാവങ്ങളെ സഹായിക്കാനും കുടുംബത്തെ പോറ്റാനും ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാഹ്. കടത്തിൽ കുടുക്കി ഞെരിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. വിഭവങ്ങളില്ലാത്തവർക്ക് നിന്റെ ഔദാര്യത്തിന്റെ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കടലിലും കരയിലും അധ്വാനിക്കുന്ന ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട് റബ്ബേ. അവരുടെ വിയർപ്പിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമയങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാഹ്. അപകടപ്പെടുത്തല്ല അല്ലാഹ്. അപകട മരണം വിധിക്കല്ല അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്.
അവസാനം നല്ല സമയം, നല്ല സ്ഥലം, നല്ലത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കണ്ട് ചിരിച്ച് ഉറക്ക ദിക്ർ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഈ സദസ്സിലുള്ള ഇരുത്തം അതിന് കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.